വളരെ സന്തോഷകരമായൊരു കാര്യത്തിനാണ് നാം എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. മണ്ണന്തല ഗവൺമെൻറ് പ്രസിൻ്റെ ഉന്നതി ആഗ്രഹിക്കുന്നവരെല്ലാം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഓറിയൻറ്റ് മൾട്ടി കളർ വെബ് ഓഫ്സെറ്റ് മെഷീൻ സ്ഥാപിക്കുക എന്നത്. അതോടൊപ്പം അച്ചടി വകുപ്പ് ഡയറക്ടറേറ്റിനും മണ്ണന്തല പ്രസ്സിനും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കാര്യവും. ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറെ കാലമായുള്ള ആവശ്യമാണ് ഈ ഓഫ്സെറ്റ് മെഷീൻ സ്ഥാപിക്കുന്നതിലൂടെ നിറവേറ്റപ്പെടുന്നത്. എല്ലാവിധ അച്ചടി ജോലികളും ഭംഗിയായും വേഗത്തിലും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടെ പ്രസ്സിൻ്റെ കാര്യക്ഷമത വലിയ തോതിൽ ഉയരുകയും ചെയ്യും. കൂടുതൽ ഉൽപ്പാദനം കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധ്യമാക്കുന്ന ഈ മെഷീൻ 4.5 കോടി രൂപ ചെലവിട്ടാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരേ സമയം 32 പേജുകൾ ബഹുവർണ്ണത്തിൽ അച്ചടിച്ച് മണിക്കൂറിൽ 32,000 കോപ്പികൾ ബുക്കാക്കി മാറ്റാൻ കഴിയും. ഈ മെഷീൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ പാഠപുസ്തകം, കലണ്ടർ, ഡയറി, ലോട്ടറി ഇത്തരത്തിലുള്ള വിപുലമായ അച്ചടി ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാവും. ഇവിടെ സ്വാഗതപ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, യൂണിവേഴ്സിറ്റികൾ, ബോർഡുകൾ തുടങ്ങിയവയുടെ അച്ചടി സംബന്ധമായ ജോലികളെല്ലാം ഏറ്റെടുക്കാൻ കഴിയും. അപ്പോൾ മണ്ണന്തല പ്രസ്സിന് ഈ രീതിയിൽ ഏറെ സജീവമാകാവുന്ന ഭാവി കാലം കൂടി ലക്ഷ്യമിട്ടാണ് സർക്കാർ ഇത്തരമൊരു അച്ചടി യന്ത്രം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ സജീവമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ് അച്ചടി സ്ഥാപനങ്ങൾ നടത്തി വരുന്നത്. സർക്കാർ രേഖകൾ അച്ചടിക്കുന്ന കാര്യത്തിലും അവയുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന കാര്യത്തിലും ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിലും നല്ല കണിശത പുലർത്താൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത്തരത്തിൽ സേവന ഗുണനിലവാരം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതിലൂടെയാണ് അച്ചടി വകുപ്പിനും മണ്ണന്തല പ്രസ്സിനും അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റായ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അതല്ലെങ്കിൽ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ അംഗീകാരമായാണ് കാണേണ്ടത്, വളർച്ചയുടെ വഴിയിലുള്ള ഒരു വലിയ അംഗീകാരം. 1938 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവാണ് ട്രാവൻകൂർ കലണ്ടർ അച്ചടിക്കുന്നതിനായി ആദ്യത്തെ സർക്കാർ അച്ചുകൂടം സ്ഥാപിക്കുന്നത്. ഞാനതിൻ്റെ വിശദമായ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും അച്ചടി വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ 11 പ്രസ്സുകൾ, 12 ജില്ലാ ഫോറസ്റ്റ് സ്റ്റോറുകളെല്ലാമുള്ള അച്ചടി വകുപ്പിനെ
ആധുനികവൽക്കരിക്കാനും ഡിജിറ്റൈസ് ചെയ്യാനുമുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി അസാധാരണ ഗസറ്റുകൾ ഓൺലൈനായി പ്രസിദ്ധീകരിച്ചു തുടങ്ങി. കേരള ഗസറ്റും ഇപ്പോൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. 2,21,00,000 രൂപ ചെലവിൽ ഈ ഓഫീസ്, കമ്പോസ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കമ്പോസ് പദ്ധതിയുടെ മൊഡ്യൂളായ സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, കേരള ഗസറ്റ് ഓൺലൈൻ എഡിഷൻ, കലണ്ടറിൻ്റെ കാലാനുസൃതമായ നവീകരണം, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ആധുനികവൽക്കരണ നടപടികൾക്ക് പുറമെ അച്ചടി വകുപ്പിൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി 100 കോടി രൂപ ചെലവിൽ നവീകരണ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1990കളിൽ അച്ചടി രംഗത്ത് അഭൂതപൂർവമായ മാറ്റങ്ങളാണ് ലോകത്താകമാനമുണ്ടായത്. ഇലക്ട്രോണിക് സാങ്കേതിക രംഗത്തുണ്ടായ അക്കാലത്തെ വളർച്ച ഉൽപ്പാദനം വിപണന ശ്രമത്തിൻ്റെ സ്വഭാവത്തെയും സംഘാടനത്തെയും മാറ്റിമറിക്കുകയുണ്ടായി. വൻകിട ബഹുരാഷ്ട്ര കുത്തകകൾ തുടങ്ങി സ്വതന്ത്ര തൊഴിലുകളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ വരെ നീളുന്ന പുതിയൊരു ഉൽപ്പാദന ശൃംഖലയാണ് ഇവിടെ രൂപം കൊണ്ടത്. സ്വാഭാവികമായും കമ്പ്യൂട്ടർ രംഗമായും വിവരസാങ്കേതിക വിദ്യാരംഗവുമായും വളരെ അടുത്ത ബന്ധമുള്ള പ്രിൻറ്റിംഗ് ടെക്നോളജിയിലും അക്കാലത്ത് വലിയ മാറ്റങ്ങൾ തന്നെയുണ്ടായി. ഇന്ന് പ്രിൻറ്റിംഗ് രംഗം വ്യത്യസ്തമായ ഒരു തൊഴിൽ മേഖലയും വിപുലമായ സാധ്യതകളുള്ള വ്യവസായ മേഖലയുമാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, സാങ്കേതിക രംഗത്തെ വിദഗ്ധർ എല്ലാം കൈകോർക്കുന്നതാണ് ഇന്ന് ഈ മേഖല. 3D പ്രിൻറ്റിങ്, എഡിറ്റീവ് മാനുഫാക്ചറിങ്, വെബ് പബ്ലിഷിംഗ്, നാനോ പ്രിൻറ്റിംഗ്, പ്രിൻ്റ് ഓപ്പൺ ഡിമാൻഡ്, ഇത്തരം സാങ്കേതിക മേഖലയിലാണ് നാം തങ്ങി നിൽക്കുന്നത്. വൈവിധ്യവൽക്കരണം ഇന്ന് അച്ചടി രംഗത്തെ പ്രധാന ഘടകമാണ്. നിമിഷം തോറും സാങ്കേതികവിദ്യ വളരുകയാണ്. അതിനൊപ്പം അച്ചടി സ്ഥാപനങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രസ്സുകളിൽ ആധുനിക പ്രിൻറ്റിംഗ് ഉപകരണങ്ങളും മറ്റ് ആധുനിക സംവിധാനങ്ങളും ഒരുക്കുന്നത്. ഈ നവീകരണ പ്രവർത്തനങ്ങൾ അച്ചടി വകുപ്പിനും മണ്ണന്തല ഗവൺമെൻറ് പ്രസ്സിനും കൂടുതൽ കരുത്തും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വെബ് ഓഫ്സെറ്റ് മെഷീൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അച്ചടി വകുപ്പ് ഡയറക്ടറേറ്റിനും മണ്ണന്തല പ്രസ്സിനും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.